തിരുതിരുദേവി തിരുതിരുദേവി. ഇവൻ എന്നോട് ഇപ്പൊ ഇഷ്ടമല്ല. ഇവിടെ കള്ളുടിക്കാൻ മാത്രമല്ലല്ലോ ബാറിൽ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് കുഞ്ഞു ബേബി നല്ല ഉറക്കത്തിലാട്ടോ. ഇവിടെ നല്ല പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന സമയട്ടോ. പൊന്നോനാണ് തണുത്തിട്ട് വയ്യ. ഇവരോട് ഞാൻ പറഞ്ഞതാ, നിന്നോട് ഞാൻ പറഞ്ഞ ജാക്കറ്റ് ഇട്ടോ, നിന്നോട് ഞാൻ ജാക്കറ്റ് ഇട്ടോ ഇട്ടോ പറഞ്ഞ നീ എടുക്കാത്തതാ. കള്ളത്തിലൊന്നും അല്ല, പിന്നെ നീ എടുക്കാണ്ട് വന്നിട്ട് തണുക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കുഞ്ഞാ. നല്ല ബോറായിട്ടുണ്ട്. വാ, എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? എന്താ പറ, എന്താ പറ. ഇവൻ എന്നോട് ഇപ്പൊ ഇഷ്ടമല്ല. അതിനാ നീ പറഞ്ഞേ? ഞാൻ എപ്പോഴും വഴക്കിട്ടെ? ഉച്ചക്ക് പറഞ്ഞാ നേരത്തെ ഇറങ്ങാന്ന്. ഉച്ചക്ക് ഇറങ്ങിയിട്ട് തണുപ്പുണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ കൊതി കുത്തിയിട്ടൊന്നും ഇല്ല. പിന്നെ നീ കൊതി കുത്തിയിരുന്നു. ഞാൻ കൊതി നല്ല തണുപ്പുണ്ട് കേട്ടോ. നോക്കി ചാടിക്കണേ കട്ടത്. പെണ്ണ് മറ്റേ എന്താടി ഞാൻ കുഞ്ഞു ബേബിന്റെ അവസ്ഥ നോക്കട്ടെ കേട്ടോ. കൊച്ചു നല്ല ഉറക്കത്തില്ല. കൈ വെച്ചേക്ക് നോക്ക്. ഈശ്വര കാത്തോന്നല്ല, ഇങ്ങനെ. ഇതാണ് ഞങ്ങളുടെ GP. അതായത് നമ്മുടെ നാട്ടിൽ ഡോക്ടറെ കാണാൻ പോവില്ലേ, ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ ഞങ്ങൾക്ക് ഇവിടെ GP എന്നാട്ടാ പറയുക. അത് ഇതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആട്ടോ വരുന്നത്. ഇവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് ശരിയായില്ലെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുമോ. അതൊക്കെ കൈ തണുത്തിട്ട് നോക്കി കാണിക്കുക കാട്ടായി നോക്ക്. എന്തേ എന്നാടി? നല്ല രസമുണ്ട്. എന്ത് ഇങ്ങനെ നിൽക്കുമ്പോ കുഴപ്പമില്ല, ഇങ്ങനെ ഒരച്ചെടുത്താ മതി. എങ്ങോട്ടാ പോണ്ടേ? തിരുതിരുദേവി വെക്ക്. തിരുതിരുദേവി 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 വഴികാട്ട്. വഴി തിരിച്ചു വെക്കളാനാ പറഞ്ഞത്. വന്ന വഴി തിരിച്ച് വീട്ടിൽ പോയിരിക്കണേന്ന് പറഞ്ഞ ദേവി. തിരുതിരുദേവി 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 പറന്നുപോയി. നീ അങ്ങോട്ട് പോവാ? അതെന്തിനാ അപ്രാവശ്യം തോന്നേ? ഓ, പെണ്ണ് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പഠിച്ചു. അതിന്റെ അഹങ്കാരം കേട്ടോ. തന്നെ റോഡ് ക്രോസ് ചെയ്തു. എന്താ അത്? ബ്രേക്ക് ഇട്ടിട്ടോ? നീ ആദ്യം ഇതൊക്കെ പറിച്ചെടുത്താണ്ട് ഇത് ഇവിടെ കെയർ ഹോം ഉണ്ടോ കേട്ടോ. അത് വിട്ടില്ലേ നീ? അങ്ങോട്ടല്ല, അങ്ങോട്ട്. ഇതാ അങ്ങോട്ട്, അതായത് അങ്ങോട്ട്. നീ തിരുതിരുദേവിനെ കള. അത് അവിടെ എത്തുമ്പോ പിന്നെ ഇതുണ്ട് 3 വഴി. ഓ, അവിടെ എത്തിട്ട് തിരിച്ചും പോണല്ലോ. സിനിമയിലൊക്കെ ജയിലിന്റെ എൻട്രൻസ് പോലെ ഇല്ലേ സിനിമയിലൊക്കെ കാണുന്നേ? ജയിലിന്റെ ഉള്ളിലൊക്കെ നല്ല രസം. പൂ പറിച്ച് തല വെച്ചാലോ മുല്ലപ്പൂവാന്ന് തോന്നടാ. ഈ പൂ കണ്ടോ? ഈ പൂ കാണിച്ചെടുത്ത്. ഈ പൂവില്ലേ, ഈ പൂവ് ഞാൻ പറഞ്ഞത് കേക്കാവോ? കാറ്റ് കയറണം. കേക്കുന്നുണ്ട്, പറഞ്ഞോ. ഈ പൂവ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നെയിം സ്ലിപ്പ് ഇല്ലേ, അതിലെ സ്റ്റിക്കറില് ഇതായിട്ട് വരുമായിരുന്നു. ഫോട്ടോ ആയിട്ട് വരും. നെയിം സ്ലിപ്പിലൊക്കെ ഫോട്ടോസ് ഒക്കെ ആയിട്ട് വരത്തില്ലേ? ഈ പൂവ്, ഈ ചുവന്ന പൂവ് പറിച്ചെടുക്കാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ഞാനിവിടെ നിനക്ക് എന്നെ ഡൈവേഴ്സ് ചെയ്യാൻ പല വഴിയുണ്ടാവും. ഡെലിവറിക്ക് മുന്നേ ഞങ്ങളോട് വന്നപ്പോ പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോ മൊത്തം പൂക്കളും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എഴുതിയിട്ടില്ല നമ്മുടെ നാട്ടിലെ പോലെ തൊടരുത്, തുപ്പരുത്. ഇവിടെ തുപ്പരുതൊന്നും എഴുതിയിട്ടില്ല. ആരും തുപ്പൂല.
ഇവിടെയുള്ളവര് പറയുന്ന കുഞ്ഞു ബേബിനെ. കുഞ്ഞുബേബിനെ എടുക്കാം കേട്ടോ നമുക്ക്. എടുത്തോ. ഇതെന്താ ഇവിടെ എന്താ എഴുതി വെച്ചേക്കുന്നേ? ഇവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത് നോക്ക്. 1945 എന്ന് പറയുമ്പോ 1945. അല്ല, അതല്ല. ആ, യുദ്ധത്തിന് മരിച്ച ആൾക്കാരുടെ എന്തോ ആണ് കേട്ടോ. ഞാൻ തുറക്കാം, പിടി. കൊച്ചിനെടുക്കാൻ പറ്റുന്നില്ല. അപ്പന്റെ പൊന്നെ. കുഞ്ഞാവിന്റെ പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട്? അപ്പന്റെ പൊന്നാരി, അപ്പയുടെ പൊന്നാരി, അമ്മേന്റെ മുത്തേ, അമ്മേന്റെ സ്വത്തേ, അമ്മേന്റെ കുഞ്ഞു ബേബി, അമ്മേന്റെ മുത്തുക്കുട്ടി. എന്താണ് കോപ്പി അടിക്കാണ്ട് തന്നെ എന്തേലും പറ. അമ്മന്റെ മുത്ത് വാടി, അപ്പന്റെ മുട്ട് വാടി. തല തല നമ്മളെവിടെയാ വന്നേക്കണേ? ഇത്ര ഹൈറ്റ് പിടിച്ചാൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരും കാണാൻ പറ്റില്ല. അപ്പൊ തിരിച്ചു പോവാണ്. പൊന്നുനാണ് തണുത്തിട്ട് നിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പോയിട്ട് ചോറിനാലോ? വാ 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 വാ. പൊന്നാരേ, അത് പ്ലാസ്റ്റിക് പോലുണ്ടല്ലേ? പക്ഷെ ഒറിജിനല്ല. വേണം പറഞ്ഞ പറിച്ചോ? ഞാൻ പറിച്ചോ? ചെക്കന്മാര് കസാല ഉരുട്ടി കളിക്കുക റോട്ടിൽ കൂടെ. ചെക്കന്മാർക്ക് നമ്മുടെ അത്ര മെച്യൂരിറ്റി ഇല്ലല്ലോ. നമുക്കറിയാലോ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ചിന്ന ചിന്ന തൊട്ടി തൊട്ടി അമ്മ ചെയ്താനേ, ഓ ചെയ്താനേ ആണും പെണ്ണും. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് തണുപ്പ് അറിയില്ല. ഇപ്പൊ എനിക്ക് നടക്കുന്നില്ല. മൊത്തം മരച്ചുപോയി. തണുത്ത് മരച്ചിരിക്കുക. ഫ്രീസർ കയറിയല്ലേ പിന്നെ തണുപ്പ് പറയാൻ. ഇനി ഫോട്ടോയോ? എടുക്കാലോ. ശരിക്കും പുറത്തിറങ്ങുമ്പോ ഭയങ്കര ഒരു സമാധാനം കേട്ടോ. ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇങ്ങനെ നടക്കാൻ സമ്മതിക്കില്ലല്ലോ. നാട്ടിൽ എത്ര നാള് കഴിയണം? 90. അതായത് 3 മാസം കഴിയാണ്ട് നാട്ടില് പുറത്തു പോലും ഇറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. ചിലര് റൂമിൽ പുറത്തു പോയി ഇറങ്ങൂലല്ലോ അല്ലേ? ഇവിടെ പെണ്ണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് പുറത്തിറങ്ങി തുള്ളിച്ചാട്ടി നടക്കുക. പിന്നെ നീ ഇപ്പൊ എന്താ കാണിക്കുന്നേ? ഇത് ഒരാഴ്ചയാണോ? 3 വീക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഓക്കെയാണ്. എന്നോട് നടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പുറത്ത് കൊച്ചിനെയും കൊണ്ട് പോവാൻ പറഞ്ഞു. പിന്നെ ഞാൻ കൊച്ചിനെ കൊണ്ട് അകത്തിരുത്തണോ? എന്താടി? പേടിക്കണ്ട. ഈ പെണ്ണിനാണ് കുഞ്ഞു പട്ടികൾ ഭയങ്കര പേടി. വലിയ പട്ടിനെ കണ്ട ഒരു പേടിയില്ല. കുഞ്ഞു കുഞ്ഞുങ്ങളെ കണ്ടാലും ഇച്ചിരി പോകുന്ന ഒരു പീക്കിരി പട്ടിക്കുഞ്ഞ്. അതിനെ കാണുമ്പോൾ ഈ പെണ്ണം കാണുന്ന പിന്നെ ഇപ്പൊ തന്നെ ഓടിച്ചിട്ട് കടിക്കും അത്. ഇതോ ഇന്ത്യക്കാരനാന്ന് തോന്നുന്നു ഡ്രൈവർ. ഇവിടെ സൺഡേ എല്ലാവരും നല്ലോണം ആഘോഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന ദിവസമാണ്. ഫാമിലി ആയിട്ടാ പോവാ കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ചേച്ചി പാത്രം കഴുകും, ഞാൻ ഇന്ന് അടിച്ചിട്ട് വരാന്നല്ല. ചേച്ചിയും ചേട്ടനും ചേച്ചിയും അടിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അമ്മമാര് ശരിക്കും അടുക്കളയെ മാത്രം ഒതുങ്ങി പോകുമല്ലേ. ഇവിടെ ഉള്ളവര് ഫുഡ് ഉണ്ടാക്കാനോ കിച്ചണിൽ അധികം സ്പെൻഡ് ചെയ്യാനേ ആർക്കും ഇഷ്ടമല്ല, താല്പര്യമില്ല. ഉണ്ടാക്കാണ് തന്നെ പെട്ടെന്ന് എല്ലാരും കൂടെ ചേർന്നങ്ങ് പടപടയെന്ന് ഉണ്ടാക്കും, പരിപാടി തീർക്കും. പക്ഷെ നമ്മുടെ നാട്ടില് കുറച്ചു കാലം കഴിയുമ്പോ അങ്ങനെ ആവും കേട്ടോ. അടുത്ത വരുന്ന ജനറേഷനൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ എന്ത് എന്താണ് ഇച്ചിക്ക് ഫുഡ് ഉണ്ടാക്കിയതിൽ എന്താണ് സന്തോഷാണോ സങ്കടമാണ്? എനിക്ക് സന്തോഷാ. പിന്നിപ്പോ എന്താ, രുചിയുള്ള ഫുഡ് കഴിക്കാമല്ലോ. ഓ നമുക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ട ഒരു എൻജോയ്മെന്റ്. കള്ളു കുടിക്കണം എന്നല്ല പറയുന്നത്. ഇവിടെ കള്ളു കുടിക്കാൻ മാത്രമല്ലല്ലോ ബാറിൽ പോകുന്നത്.
നല്ല ഫുഡ് കഴിക്കാനും പോവും. നമ്മുടെ നാട്ടിലാണേലും ചില ആൾക്കാര് ഷാപ്പിലൊക്കെ പോവില്ലേ, കള്ളു കുടിക്കാനല്ല കപ്പയും മീനൊക്കെ കഴിക്കാനാണേലും അങ്ങനെയൊക്കെ ഷാപ്പിൽ പോയിട്ട് കഴിക്കുന്നവരുണ്ട്. ഓവറാവില്ല. വല്ലപ്പോഴും നമ്മള് ക്രിസ്മസ് വരുമ്പോ വൈനൊക്കെ കുടിക്കില്ലേ? ക്രിസ്മസ് വരുമ്പോ ഹാപ്പി ക്രിസ്മസ് ഒക്കെ വേണ്ടേ? അതെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ നാട്ടില് അപ്പൊ തന്നെ കൊറേ അമ്മമാരുടെ മറ്റേ എന്താ പറയാ ഒരു ഫ്രസ്ട്രേഷൻ. പൂച്ച അവന് കാണോ? സൂം ചെയ്യാനേ അവനെ കാണില്ല. ജനലിന്റെ ഉള്ളിൽ വെള്ള പൂച്ചിരിപ്പുണ്ട്. ഇവളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കും കേട്ടോ. പിന്നെ രണ്ട് ഉണ്ടക്കണ്ട എന്തിനാ തന്നെ എനിക്ക്? എന്തായാലും പറഞ്ഞോട്ടിരുന്നേ കുഞ്ഞ മരം എന്താ നീ എന്താ ഇവിടെ നിക്കുന്നേ? അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് ചോറൊക്കെ ഉണ്ട്, നല്ല ഉഷാറായി കുറച്ച് നേരം കഴിഞ്ഞ് കാപ്പി കുടിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഞാനൊരു സൂത്രം കാണിക്കട്ടെ. നീ ഒരു സൂത്രം കാണിക്കട്ടെ. എന്റെ അടുത്തേക്ക് വാ, എന്നെ നോക്ക്. എന്താ? എന്റെ മുഖത്തേക്ക് നോക്ക്. ഞാനൊരു കൂട്ടം കാണിക്കട്ടെ. കളിക്കല്ലേ. ഇതിന് കനമൊന്നും ഇല്ലത്, വെറുതെ അങ്ങ് പൊക്കോളൂ. കൂട്ടുകാർക്കൊക്കെ സുഖാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും മെസ്സേജ് അയക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയാ, എല്ലാവരും കാണാനും നാട്ടിലേക്ക് വരുമ്പോ പറയണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോ എന്തായാലും പറയും കേട്ടോ, എത്രയും വേഗം നാട്ടിലെത്താൻ പറ്റട്ടെ എന്നും പറയുന്നുണ്ട്. ഇത്രയും വേഗം വീട്ടിൽ വന്നിട്ട് വേണം മമ്മീന്റെ മോരിക്കറിയും പല കുഞ്ഞുമത്തി കറിയൊക്കെ കൂട്ടി കപ്പയൊക്കെ കുഴച്ച് തിന്നാൻ. അപ്പൊ എത്രയും വേണ്ട നാട്ടിലെത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ പ്രാർത്ഥിക്കും. കൂട്ടുകാരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. ഓക്കേ പൊന്മണി. ഞാൻ വഴക്കാളിയല്ല എന്ന് പറയടാ. പൊന്നു വഴക്കാളിയല്ല കേട്ടോ, കാണുന്നവരെല്ലാരും ഇതൊരു പാവ സാധുവാ. ഞാൻ ഇച്ചേനോട് മാത്രമേ വഴക്കിടാറുള്ളൂ.